പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ 29-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 11. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, 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 ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് സ്തുതി കൊടുത്ത് വേഗം സീറ്റുകളിലേക്ക് ഇരിക്കുക. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ ഒരുക്കത്തിൻ്റെ 29ാമത്തെ ദിവസമാണ്, ഓഗസ്റ്റ് 11. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനുള്ള ഈ ഒരുക്ക ശുശ്രൂഷ ദൈവം നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ്. നമ്മുടെ ആത്മാവിനെ നന്നായിട്ടൊന്ന് പരിചരിക്കാനും ശ്രദ്ധിക്കാനും നമ്മുടെ ആത്മാവിൽ പുതിയ ഒരു വർദ്ധിത ഉത്സാഹത്തോടെ പുണ്യ പരിപൂർണതയ്ക്ക് വേണ്ടി യത്നിക്കാനും ദൈവം നമ്മുടെ ജീവിതകാലം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സുദിനങ്ങളാണ് ഈ സുദിനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു മനുഷ്യാത്മാവ് യേശുവിനും യേശു ആ മനുഷ്യാത്മാവിനും വേണ്ടിയുള്ളതാണ് എന്ന് ഗ്രഹിക്കുക. ഇത് സർവ്വപ്രധാനമാണ്. അപ്പോൾ ആത്മാവ് യേശുവിനും യേശു ആത്മാവിനും വേണ്ടിയുള്ളതാണെന്ന് ഗ്രഹിക്കണം നമ്മൾ. അതായത് ഞാൻ വിചാരിക്കണം ഞാൻ ഈശോയ്ക്കും ഈശോ എനിക്കും. അങ്ങനെയാണെങ്കിൽ ദിവസം മുഴുവൻ എൻ്റെ ചിന്ത ഈശോയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, കാരണം നമ്മുടെ സായുജ്യം ഈശോയാണ്. എൻ്റെ ആത്മാവ് ഈശോയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോ എനിക്കും വേണ്ടിയുള്ളതാണ്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ വേഗം ഈശോയിലേക്ക് ഓടിച്ചെല്ലും.
ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടുന്ന മാതിരിയാണ്. കാരണം കുഞ്ഞിന് അമ്മയല്ലാതെ വേറെ ആരുമില്ല. ഇതുപോലെ ഈ ആത്മാവിന് ഈശോയല്ലാതെ വേറെ ആരുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവിനെ ഉയരാൻ പറ്റും. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോണത്. അതിൻ്റെ ഹെഡിങ് ഒന്ന് നിങ്ങൾ നോക്കിയേ. ഒരു മനുഷ്യാത്മാവ് യേശുവിനും യേശു ആ മനുഷ്യാത്മാവിനും വേണ്ടിയുള്ളതാണ് എന്ന് ഗ്രഹിക്കുക സർവ്വപ്രധാനം. അങ്ങനെയാണ് അവസ്ഥയെങ്കിലും അത് ഗ്രഹിക്കണം. ഓരോ വ്യക്തിയും അത് ബോധ്യപ്പെടണം. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകം, അതിനകത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ട് സിസ്റ്റർ നഥാലിയയ്ക്ക് പല ആത്മീയ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ സിസ്റ്റർ നഥാലിയോട് പറയുന്ന ഒരു ഭാഗമാണ് പേജ് 80 കാണുന്നത്. 80ാമത്തെ പേജിലാണിത് കാണുന്നത്. എന്നോട് സംയോജിക്കുന്നതിനുള്ള കാതൽ ഞാൻ ആത്മാവിനും ആത്മാവ് എനിക്കും വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ പരിപൂർണമായ ഗ്രാഹ്യമാണ്. ഒരാത്മാവ് ഈശോയെക്കുറിച്ച് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ്? ഈശോ എനിക്ക് വേണ്ടി ഉള്ളതാണ്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഉള്ളതാണ്. ഇതാണ് ഒരു ആത്മാവ് പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ മർമ്മപ്രധാനമായ ഒരു ആത്മീയ സത്യം. ഉദരം ആഹാരത്തിനും ആഹാരം ഉദരത്തിനും, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടി, ഞാൻ ഈശോയ്ക്ക് ഈശോ എനിക്കും വേണ്ടി. ഭയങ്കരമായ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടി. ആ ബന്ധത്തെക്കാളും ഉന്നതമായ ഒരു ബന്ധമാണ് ഈശോ ഒരു ആത്മാവും തമ്മിലുള്ളത്. അതിന് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതീകമാണ് തായ്തടിയും ശാഖയും തമ്മിലുള്ള ബന്ധം. തായ്തടിക്കുള്ളത് മുഴുവൻ ശാഖയ്ക്കുള്ളതാണ്. ശാഖയുടെ എല്ലാ കാര്യങ്ങളുടെയും ക്രെഡിറ്റ് തായ്തടിക്കാണ്. ഒരു സെക്കൻഡ് തായ്തടിയിൽ നിന്ന് വേർപെട്ടാൽ ശാഖയ്ക്ക് അസ്തിത്വമില്ല. ഭാര്യ ഭർത്താക്കന്മാർ വേർപെടിച്ചാലും പോയി ഒറ്റയ്ക്ക് പോയി ജീവിക്കാം. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു മനുഷ്യാത്മാവിന് ഈശോയിൽ നിന്ന് വേർപെട്ടാൽ പിന്നെ ജീവിതമില്ല. ഈശോയിൽ നിന്ന് വേർപെട്ട് ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല. ഈശോയിൽ നിന്നല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുപോലുള്ളൊരു പരിപൂർണമായ ഐക്യം ഒരാത്മാവും യേശുവും തമ്മിലുണ്ട്. അതാണ് ഈശോ വിഭാവനം ചെയ്യുന്ന നമ്മുടെ ആധ്യാത്മികത. ഞാൻ തായ്തടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിൽ ഞാൻ അവനിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. ഈ വചനം നമ്മൾ കൂടെ കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഇതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഈ ഒരു കാര്യത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ വിചിന്തനങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഭക്തിമാർഗ പ്രവേശിക എന്ന ഗ്രന്ഥത്തിലാണ് നമ്മളത് കാണുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് വന്ന് അദ്ദേഹം പറയാണ്, ഉദാഹരണമായി പതിവ്രതയായ ഒരു ഭാര്യ, തരുണി, ഒരു സ്ത്രീ തന്നിൽ നിന്ന് അനേക നാളുകളായി വേറെ പിരിഞ്ഞ് തൻ്റെ അകന്ന് ഒരു ജോലിക്ക് പോയിരിക്കുന്ന ഭർത്താവ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ഭർത്താവ് വരുന്നത് കാണുകയും അയാളുടെ സ്വരം കേൾക്കുകയും ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. അവൾ ഏത് ജോലിയിൽ തന്നെ ഏർപ്പെട്ടിരുന്നാലും, എത്ര പ്രാധാന്യമേറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാലും അവളുടെ ഹൃദയം അതെല്ലാം മറന്നിട്ട് തിരിച്ചു വരുന്ന ആ ഭർത്താവിനെ മാത്രം സ്മരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭർത്താവുമായുള്ള ബന്ധത്തിൻ്റെ തീവ്രത അനുസരിച്ച് ബാക്കിയെല്ലാം മറന്നു പോകും. ആ ഭർത്താവിൻ്റെ ഓർമ്മയിൽ നിറയും. ബന്ധത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഒരു ബന്ധം ഇല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ഭർത്താവ് വരുന്നയാൾ വേറെ പുരുഷൻ വന്ന് ഒരുപോലെ ആയിരിക്കും. എന്നാൽ ആ ബന്ധത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഭർത്താവിൻ്റെ ആഗമനത്തിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വരത്തിൻ്റെ ആ ശ്രവണ മാത്രയിൽ തന്നെ മറ്റെല്ലാം മറന്ന് ആ ഓർമ്മയിൽ അങ്ങോട്ട് നിറയും. ഇപ്രകാരം തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളുടെയും അവസ്ഥ. ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രതിഭാസം. ദൈവത്തെ സ്നേഹിക്കുന്ന അവസ്ഥയുണ്ട്, ദൈവം നഷ്ടപ്പെട്ട് ലോകത്തിൽ നഷ്ടപ്പെട്ട ഹൃദയങ്ങളുമുണ്ട്. ഇപ്രകാരം തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളുടെ അവസ്ഥ. അന്യഥ എന്ന് പറഞ്ഞ പല കാര്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നാലും അവരുടെ ഓർമ്മ, അവരുടെ സ്മരണ ആ സ്നേഹഭാചനത്തിൽ അണഞ്ഞാശ്വസിക്കുന്നതിന് അശ്രാന്തം ശ്രമിച്ചുകൊണ്ടിരിക്കും. അടുക്കളയിലാണെങ്കിലും സൈക്കിൾ ചവിട്ടുകയാണെങ്കിലും കൃഷിപ്പണിയാണെങ്കിലും പശുവിനെ കറക്കുകയാണെങ്കിലും തൊഴുത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ആ സ്മരണയിൽ അശ്രാന്തം അണയാൻ വേണ്ടി എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ ലയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു അത്യുത്തമമായ ലക്ഷണം തന്നെയാണ്. ദൈവവും അതേസമയം മനുഷ്യനുമായ ഈശോ മിശിഹ നിൻ്റെ ഹൃദയത്തെ എപ്രകാരം അഭിലഷിക്കുന്നു എന്ന് കണ്ടാലും, എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് എന്നതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിന് ലയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അഭിലഷിക്കുന്നുവോ അതിനേക്കാളും വലിയ നിലയിലാണ് ദൈവം നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം
സെൻറ്റ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതായത് ദൈവം നമ്മുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ കുറിച്ച് വലിയ ആഹ്ലാദമാണ്. നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തയാൽ ദൈവം നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ദൈവം വെറുക്കുന്നൊന്ന് ചിന്തിക്കരുത്. നമ്മൾ എത്രമാത്രം ബലഹീനരാകുന്നുവോ, നമ്മൾ എത്രമാത്രം ക്ഷീണിക്കുന്നു, അപ്പോഴെല്ലാം നമ്മളെക്കുറിച്ചുള്ള ചിന്ത, നമ്മുടെ എഫ്രായീം നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എന്നല്ലേ പറയണത്. അപ്പോൾ അത്രയും നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ, ചിന്ത ദൈവത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത്. വായിച്ചു നോക്കിക്കേ. ദൈവവും നമ്മളെക്കുറിച്ചുള്ള ഓർമ്മയാൽ അവിടുത്തെ ഹൃദയം നമ്മളെ അഭിലഷിക്കുകയാണ്. അവിടുത്തെ സാമീപ്യത്തിൽ നിനക്ക് ആനന്ദം തോന്നുന്നില്ലേ? അവിടുത്തെ സാമീപ്യത്തിൽ നിനക്ക് ഒന്നും തോന്നുന്നില്ലേ? വിശുദ്ധൻ ചോദിക്കുകയാണ്. തേനീച്ചകൾ അവ സംഭരിച്ച തേനിന് ചുറ്റും സന്തോഷത്തോടെ പറന്നു നടക്കുന്നു. അതിന് സന്തോഷത്തോടെ ആഹ്ലാദിച്ച് ഉല്ലസിച്ച് അതിന് ചുറ്റും ആനന്ദിക്കുകയാണ്. കടന്നലാകട്ടെ മലിന വസ്തുക്കളിലെ തൃപ്തി അടയുന്നുള്ളൂ. ഇപ്രകാരം തന്നെ വിശുദ്ധ ആത്മാക്കൾ ഈശോയിൽ തങ്ങളുടെ സർവ്വ ആനന്ദവും കണ്ടെത്തുകയും അവിടത്തോടുള്ള സ്നേഹത്താൽ ഉജ്ജ്വലിക്കുകയും ചെയ്യുന്നു. അവിടത്തെക്കുറിച്ച് ഓർമ്മ മതി, പെട്ടെന്ന് മറ്റെല്ലാം മറക്കാൻ പറ്റും. മലിന ആത്മാക്കളോ, ലോകത്താൽ കളങ്കിതമായ ആത്മാക്കൾ മലിന ആത്മാക്കൾ എന്നാൽ വ്യർത്ഥ കാര്യങ്ങളിൽ മുഴുകുന്നു. അവർ ലോക കാര്യങ്ങൾ ആമഗ്നരാകുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല. സന്ധ്യാപ്രാർത്ഥന തന്നെ പെട്ടെന്ന് തീർക്കണം. കാരണം വേറെ ഒത്തിരി വ്യഗ്രതകളുണ്ട്. ലോകവ്യഗ്രതകളാലും ലോകമോഹങ്ങളാലും ലോക സന്തോഷങ്ങളാലും അത് ആമഗ്നമായി ലോകത്തിൽ നഷ്ടപ്പെട്ട ആത്മാവാണത്. മായാകാര്യങ്ങളിൽ വ്യർത്ഥതയിൽ നശിച്ചു പോയ ആത്മാവാണത്. അതിന് ഒരു സെക്കൻഡ് പോലും ഒരു സ്മരണ പോലും, ഒരു ഓർമ്മ പോലും ദൈവത്തെക്കുറിച്ച് വരുന്നില്ല. ദൈവത്തിൻ്റെ ഓർമ്മ വന്നാൽ സന്തോഷിക്കാനും തോന്നുന്നില്ല. അതെല്ലാം ഭാരം പോലെ തോന്നുകയാണ്. ദൈവിക കാര്യങ്ങളെല്ലാം വലിയ ഹെവിയായി, വലിയ ഭാരമായി, മാനസികമായി വലിയ ഒരു സന്തോഷമില്ലാത്ത കാര്യമായി തോന്നുകയാണ്. സന്തോഷം കിട്ടാൻ വേണ്ടി വേറെ പിക്നിക്കിന് പോകണം, സന്തോഷം കിട്ടാൻ വേണ്ടി വേറെ സിനിമ കാണണം. ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് സന്തോഷം കിട്ടില്ല. കാരണം എന്താ? അത് ലോക കാര്യങ്ങളിൽ പൂണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവാണത്. നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ചിന്തിക്കണം. ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, യുവതിവാക്കന്മാരുണ്ട്, കുട്ടികളുണ്ട്. നമ്മൾ ഓരോരുത്തരും അവരവരുടെ വളർച്ചയ്ക്കനുസരിച്ച്, അവരവരുടെ ജീവിതാന്തസ്സനുസരിച്ച് സ്വന്തം ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ച് ദൈവസന്നിധിയിൽ നല്ല വിധത്തിൽ ആത്മശോധന നടത്തി നല്ല കുമ്പസാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയാണ്, ദൈവത്തിൽ അഗാധമായി ശരണപ്പെടുക ഉത്തമ ആത്മാവിൻ്റെ ലക്ഷണം. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പേജ് 80. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൽ ശരണപ്പെടുക. അതായത് എന്തു തന്നെ സംഭവിച്ചാലും നമ്മൾ അസ്വസ്ഥരാകരുത്. അതായത് ഇപ്പോൾ ഒരു പാപം സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വന്നു, പ്രവർത്തനങ്ങൾ വന്നു, പാപമുണ്ടായി, വീഴ്ചയുണ്ടായി, വചനലംഘനങ്ങളുണ്ടായി. ദൈവത്തിൽ ശരണപ്പെടുക. അസ്വാസ്ഥ്യം, ഹൃദയ അസ്വാസ്ഥ്യത്തിന് ഒട്ടും ഇടം കൊടുക്കരുത്. ഈശോ പറയാണ്, ഞാൻ അവിടത്തോട് ചോദിച്ചു, പാപികളുടെ ആത്മാവിൽ നിന്ന് അങ്ങയെ പിന്തിരിപ്പിക്കുവാൻ പര്യാപ്തമായ എന്തെങ്കിലും സ്വർഗത്തിലോ ഭൂമിയിലോ ഉണ്ടോ? സിസ്റ്റർ നഥാലിയ ഈശോ വന്നപ്പോൾ ഈശോയോട് സംശയം ചോദിക്കുകയാണ്. ഈശോയെ, ഞാൻ അങ്ങയോട് കാര്യം ചോദിക്കുകയാണ്, പാപികളുടെ ആത്മാവിൽ നിന്ന് അങ്ങയെ അകറ്റുന്ന, അങ്ങയെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായി സ്വർഗത്തിലും ഭൂമിയിലും എന്തെങ്കിലും ഉണ്ടോ? അവിടുന്ന് ഉത്തരം പറഞ്ഞു, പാപിക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഭൂമിയിലോ സ്വർഗത്തിലോ ഒരു ശക്തിക്കും എൻ്റെ കരുണാനിർഭരമായ സ്നേഹത്തെ പാപിയിൽ നിന്ന് തിരിച്ചുവിടാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അത്രയും ഒരു സ്നേഹമാണ് നമ്മുടെ ആത്മാവിനോട്. നമുക്ക് ചില വീഴ്ചകൾ വരുന്നു, നമ്മളെന്താ വിചാരിക്കുന്നത്? ഇപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമില്ലായിരിക്കുന്നു. അങ്ങനെയല്ല. സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു കാര്യത്തിനും ഈശോയുടെ ഹൃദയത്തെ പാപിയിൽ നിന്നും അകറ്റി വേറെ വഴിക്ക് തിരിച്ചുവിടാൻ സാധ്യമല്ലാത്ത വിധം ഈശോയുടെ ഹൃദയം വീണുപോകുന്ന ബലഹീനമായ ആത്മാവിനോട് അതീവ കരുണയാൽ നിറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീൻ ഡയറി 1293.
അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ആത്മാർത്ഥമായ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ചെറിയൊരു തെറ്റിൽ അകപ്പെടുന്ന സാഹചര്യം എനിക്കുണ്ടായി. തെറ്റ് ചെറിയൊരു അപൂർണതയായിരുന്നു. മനസ്സറിയാതെ ചെയ്തു പോയതാണെങ്കിലും എൻ്റെ ആത്മാവിൽ കഠിനമായ വേദന എനിക്ക് അനുഭവപ്പെട്ടു. ജോലി നിർത്തിവെച്ച് അല്പസമയത്തേക്ക് ഞാൻ ചാപ്പലിൽ പോയി. ഈശോയുടെ പാദാന്തികത്തിൽ കമിഴ്ന്ന് വീണ് സ്നേഹത്തോടും വേദനയോടും കൂടെ ഞാൻ മാപ്പ് അപേക്ഷിച്ചു. ഇന്ന് രാവിലത്തെ വിശുദ്ധ കുർബാന സ്വീകരണ അനന്തരം ഈശോയുമായി നടത്തിയ സംഭാഷണത്തിൽ ഞാൻ വിശ്വസ്തയായിരുന്നു കൊള്ളാമെന്ന് ഈശോയോട് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനാൽ എനിക്ക് വളരെ ലജ്ജ തോന്നി. അപ്പോൾ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു: ഈ ചെറിയൊരു അപൂർണത ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരികയില്ലായിരുന്നു. നീ ഇതറിയുക, നിന്നെ തന്നെ എളിമപ്പെടുത്തി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന സമയങ്ങളിലെല്ലാം നിൻ്റെ ആത്മാവിലേക്ക് വളരെ ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു. മഴ ചൊരിയുന്നു പറഞ്ഞ് ഞാൻ ചൊരിയുന്നു, ഞാൻ വർഷിക്കുന്നു. ആ അപൂർണതകൾ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. നിൻ്റെ സ്നേഹവും നിൻ്റെ എളിമയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ കണക്ക് വെക്കുന്നില്ല, നിൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നില്ല. നിൻ്റെ സ്നേഹവും നിൻ്റെ എളിമയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. സത്യത്തിൽ നീ വളരെ കൂടുതൽ നേടുകയാണ്. നീ വളരെ കൂടുതൽ നേടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തമമായ ആത്മാവാണെങ്കിൽ ആ ഉത്തമമായ ആത്മാവിൻ്റെ ലക്ഷണം ഇതാണ്: എന്ത് പറ്റിയാലും ദൈവത്തിൽ അഗാധമായി ശരണപ്പെടും. ദൈവത്തിൽ അഗാധമായി ശരണപ്പെടുക ഒരു ഉത്തമ ആത്മാവിൻ്റെ ലക്ഷണമാണ്. നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ട് ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ഒരു വിഷയം, എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ഉത്തമ പരിശോധനയ്ക്ക്, ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കി വെച്ച് അതിനെ അതിജീവിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു വിഷയം നുണ പറയുന്നു, ആ ശീലത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇപ്പോൾ വയസ്സ് 10-70 എന്നിട്ട് രക്ഷപ്പെടാം. ചെറുപ്പത്തിൽ 5-10 വയസ്സ് തുടങ്ങിയതാണ് പരിശ്രമം. 70 വയസ്സായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു ഉത്തമ ആത്മാവാണെങ്കിൽ അദ്ദേഹം പറയും, ഇനി പ്രാർത്ഥിച്ചൊരു കാര്യമൊന്നുമില്ല, വയസ്സ് എത്ര, ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നണില്ല. അങ്ങനെ ചിന്തിക്കുകയില്ല. ഒരു ഉത്തമ ആത്മാവിൻ്റെ ലക്ഷണം ദൈവത്തിലുള്ള അഗാധമായ ശരണമാണ്. എൻ്റെ ദൈവം എനിക്കിത് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ മറ്റനേക തിന്മകളെ കഴുകാൻ വേണ്ടിയായിരിക്കാം, ഒരു ദീർഘക്ഷമ പരിശീലിക്കാൻ വേണ്ടിയായിരിക്കാം, വ്യർത്ഥാഭിമാനം എടുത്തു മാറ്റാൻ വേണ്ടിയായിരിക്കാം, ആത്മീയ അഹങ്കാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാം. അത് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ട് സ്വന്തം വീഴ്ചയെക്കുറിച്ച് കുറ്റബോധത്തിലിരിക്കുകയോ സ്വന്തം കാര്യത്തെക്കുറിച്ച് ആത്മനൈരാശ്യത്തിലിരിക്കുകയോ ചെയ്യാതെ അത് വേദനയോ എളിമയോടും അനുതാപത്തോടും കൂടെ ദൈവമേ എന്ന് പറഞ്ഞ് വേഗം യേശുവിൽ ശരണപ്പെടും. അതാണ് ഉത്തമമായ ആത്മാവ്. ആ ആത്മാവിൻ്റെ സ്മരണയിൽ ഈശോ നിറയും, ഈശോയുടെ കരുണ നിറയും, ഈശോയുടെ വാത്സല്യം നിറയും, ഈശോയുടെ സ്നേഹം നിറയും. വേഗം നിലത്ത് വീഴുന്ന കുട്ടി ഇടത്തും വലയ്ക്കും നോക്കുമ്പോൾ അമ്മ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടുന്നത് പോലെ എഴുന്നേറ്റ് വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടും. എഴുന്നേറ്റ് വേഗം ഈ ആത്മാവ് യേശുവിൻ്റെ പക്കലേക്ക് അഗാധ ശരണത്തോടെ തന്നെ സമർപ്പിക്കും. നിരന്തര സമർപ്പണം, നിരന്തര ആശ്രയം, നിരന്തരമായ ശരണം, ഇതാണ് ഉത്തമമായ ഒരു ആത്മാവിൻ്റെ ലക്ഷണം. വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീൻ ഡയറിയിൽ 1087 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: ഒരു ദിവസം ഒരു പ്രത്യേക പുണ്യം പരിശീലിക്കാൻ ഞാൻ തീരുമാനിച്ചു. മറ്റ് ദിവസങ്ങളെക്കാൾ 10 പ്രാവശ്യം കൂടുതലായി ആ പുണ്യത്തിനെതിരായ പാപത്തിൽ ഞാൻ വീണുപോയി. സായാഹ്നത്തിൽ എന്തുകൊണ്ട് ഇന്ന് പതിവില്ലാതെ ഞാൻ വീഴ്ച വരുത്തിയെന്ന് വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു: നീ എന്നിൽ കുറച്ചും നിന്നിൽ കൂടുതലും ശരണപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നീ എന്നിൽ കുറച്ചും നിന്നിൽ കൂടുതലും ആശ്രയിക്കുന്നു. എൻ്റെ വീഴ്ചകളുടെ കാരണം ഞാൻ കണ്ടെത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉത്തമമല്ലാത്തൊരാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ലോകപ്രകാരം പോകുന്നൊരാത്മാവാണെങ്കിൽ ആ ആത്മാവ് ദുരഭിമാനത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് വ്യർത്ഥാഭിമാനത്തിൻ്റെ ആത്മാവാണ്. ഞാൻ 3 മാസം പ്രാർത്ഥിച്ചു, ഞാൻ 1 വർഷം പ്രാർത്ഥിച്ചു, ഇനി ഞാൻ പ്രാർത്ഥന നിർത്തുകയാണ്. ദുരഭിമാനത്തിൻ്റെ, വ്യർത്ഥാഭിമാനത്തിൻ്റെ, ലോകത്തിൽ മുങ്ങിപ്പോയ ആത്മാവാണത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഉത്തമമായ ആത്മാവ് അത് എപ്പോഴും ദൈവത്തിൽ ശരണപ്പെടുന്നതിൽ ആനന്ദിക്കുന്നു. ദൈവത്തിൽ നമ്മളിൽ കുറച്ച് ആശ്രയിക്കുക, നമ്മൾ ഒട്ടും ആശ്രയിക്കരുത്.
അതായത് ഈശോ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈശോയുടെ കൃപ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഈ ബലഹീനതയിൽ എനിക്ക് ഈശോ കൃപ തരും, എൻ്റെ ഈശോയുടെ കൃപ എനിക്ക് വരുവോളം എൻ്റെ കണ്ണുകൾ ഈശോയെ തന്നെ നോക്കിയിരിക്കും. അതാണ് ഉത്തമമായൊരു ആത്മാവിൻ്റെ ജീവിത രീതി. തുടർന്ന് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ സിസ്റ്റർ നഥാലിയയോട് ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീ വീണോ വീണില്ല എന്നുള്ളതല്ല, എന്നോട് കൂടെ എപ്പോഴും ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു രാത്രി ഞാൻ ഉണർന്നപ്പോൾ ഞാൻ ഈശോയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ചിലപ്പോൾ വെളുപ്പിന് 2 മണിക്കോ 1 മണിക്കോ 3 മണിക്കോ ഒക്കെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഒരു സെക്കൻഡ് എഴുന്നേറ്റ് അപ്പോൾ ഈശോയെക്കുറിച്ചാണ് ചിന്ത. ഒരു രാത്രി ഞാൻ ഉണർന്നപ്പോൾ ഞാൻ ഈശോയിലേക്ക് ചിന്തിച്ചു, ഈശോ 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 എവിടെ, ഈശോയെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തോട് പറഞ്ഞു, അങ്ങേക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ ഇതാ ഞാൻ. അവിടുന്ന് മറുപടി പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നു എന്നതല്ല പരമപ്രധാനം, എന്നോട് കൂടെ നീ എപ്പോഴും ആയിരിക്കുക എന്നതാണ് സുപ്രധാനം. എന്നോടുകൂടെ നീ എപ്പോഴും ആയിരിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം. നമ്മളൊരു പക്ഷേ കിച്ചണിലായിരിക്കാം, ഒരു പക്ഷേ അൾത്താരെ കുർബാന അർപ്പിക്കുകയായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ ജോലി സ്ഥലത്തായിരിക്കാം, ഒരു പക്ഷേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. നീ യാത്ര ചെയ്താലും, നീ ഓഫീസിലാണെങ്കിലും, നീ അൾത്താരയിലാണെങ്കിലും, നീ കിച്ചണിലാണെങ്കിലും, നീ എവിടെയാണെങ്കിലും നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിൻ്റെ ഹൃദയം ആരുടെ കൂടെയാണ്, നിൻ്റെ ഹൃദയം എവിടെയാണ്, നീ ആരിലാണ് നിന്റെ സന്തോഷം, നിൻ്റെ ഹൃദയം ആരിലാണ് ആശ്രയിക്കുന്നത്? നിന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഹൃദയമാണോ? ലോക വസ്തുക്കളിൽ ലോക വ്യക്തികളിലും ആണോ ആശ്രയിക്കുന്നത്? നിൻ്റെ ഹൃദയം എവിടെ? വീണ്ടും സിസ്റ്റർ നഥാലി ഈശോയും തമ്മിലുള്ള ചില സംഭാഷണമുണ്ട്. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ വീണ്ടും നമുക്കത് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ലെ വിശുദ്ധ ലിഖിതം, അതെന്താ? മാത്യു 5:48 എന്താ? അതിങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ആരുപോലെയാ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ഒരു വചനം വായിച്ചപ്പോൾ സിസ്റ്റർ നഥാലി ഈശോയോട് ചോദിക്കുകയാണ്, പരിപൂർണരായിരിക്കുക, ഈ ഒരു വചനം എന്നെ വളരെ സങ്കടപ്പെടുത്തുന്നു. എന്താ? ഈശോയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, എൻ്റെ നല്ല ഈശോയെ, അങ്ങേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടാൻ കഴിയുക? ബലഹീനതയുടെയും പാപത്തിൻ്റെയും ഭാരം വഹിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണനാകാൻ കഴിയും? ഈശോ മറുപടി പറഞ്ഞു, ഒരാത്മാവ് എന്നിൽ വസിക്കുന്നെങ്കിൽ അപ്പോൾ ഞാനാണ് ആ ആത്മാവിൻ്റെ പരിപൂർണത. ഒരാത്മാവ് എന്നിൽ വസിക്കുന്നെങ്കിൽ ഞാനാണ് ആത്മാവിൻ്റെ പരിപൂർണത. എൻ്റെ അഡ്രസ്സിലാണ് ആത്മാവ് പിതാവിൻ്റെ സന്നിധിയിൽ. എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും. ഒരാത്മാവ് എന്നിൽ വസിക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ സ്വീകാര്യനാവും, അവൻ അംഗീകൃതനാവും. ഈശോയും ആത്മാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. ഒരു മനുഷ്യാത്മാവ് യേശുവിനും, യേശു മനുഷ്യാത്മാവിനും ഉള്ളതാണ്. ഈ ആത്മാവിൻ്റെ മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യണത് ഈശോയായിരിക്കും. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ സ്വീകാര്യനാവും, അവൻ അംഗീകരിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ 81-ാമത്തെ പേജിലേക്ക് നമുക്ക് വരാം. 81-ാമത്തെ പേജ്. അവിടെ ഒരു ആത്മാവ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്കൊരു സിംഹാസനം പണിയുന്നതിനെ കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. എങ്ങനെയാണ് ചുരുങ്ങിയ പെട്ടെന്ന് തന്നെ, അധികം കാലം എടുക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് സിംഹാസനം പണിയാൻ കഴിയും? ഒരാത്മാവിൽ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്ക് എൻ്റെ സിംഹാസനം പണിയുന്നതിന് 3 കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് നമ്മളല്ല സിംഹാസനം പണിയേണ്ടത്, ഈശോയ്ക്ക് വേണ്ടി ഈശോ തന്നെയാണ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നത്. അതിന് 3 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. 1942 മഞ്ഞുകാലത്ത് ഒരിക്കൽ പ്രാർത്ഥനാ വേളയിൽ ഈശോ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു, ഒരാത്മാവിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്ക് എൻ്റെ സിംഹാസനം പണിയുന്നതിന് 3 കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ് വിശുദ്ധി. ഇത് ശരീരവെടിപ്പിൻ്റെ മാത്രമല്ല, ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും വെടിപ്പ് കൂടിയാണ്. ചാവുദോഷങ്ങളിൽ നിന്ന് ഒരാത്മാവ് മുക്തമായിരിക്കും. ചാവുദോഷം എന്ന് പറഞ്ഞാൽ മാരകഭാവം, മോർട്ടൽ സിൻ,
മോർട്ടൽ സിനിൽ നിന്ന് ഒരു ആത്മാവ് വേഗം കുമ്പസാരിക്കണം. ഈ ദിവസങ്ങളിൽ കുമ്പസാരിക്കാൻ പറ്റുന്ന കുമ്പസാരിക്കണം. അതുകൊണ്ടാണ് സാത്താൻ കുമ്പസാരം എന്ന കൂദാശയെ ആക്രമിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മാവിൻ്റെ മാരക പാപത്തിൽ നിന്ന് ആത്മാവ് രക്ഷ പ്രാപിക്കണം. ഇത് വളരെ ഈശോയുമായ ഐക്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആത്മാവ് തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. ചാവുദോഷങ്ങളിൽ നിന്ന് ആത്മാവ് മുക്തമായിരിക്കണം. അതുമാത്രമല്ല, മനഃപൂർവ്വമുള്ള തെറ്റുകളിൽ നിന്നും അശ്രദ്ധ മൂലമുള്ള തെറ്റുകളിൽ നിന്നും ആത്മാവ് ഒഴിഞ്ഞു. എല്ലാം ദൈവം നോക്കിക്കോളും, എല്ലാം ദൈവത്തിന് അറിയാം. അങ്ങനെ നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള പെർമിസീവ് ലൈഫിലേക്ക് പോകരുത്, ലൂസ് പേഴ്സണാലിറ്റിയിലേക്ക് പോകരുത്. എന്താ പറയണത്? മനഃപൂർവ്വമുള്ള തെറ്റുകളിൽ നിന്നും അശ്രദ്ധ മൂലമുള്ള തെറ്റുകളിൽ നിന്നും ആത്മാവ് ഒഴിഞ്ഞു നിൽക്കാൻ പരിശ്രമിക്കണം. നിസാര കാര്യങ്ങളിൽ പോലും വിശ്വസ്തത ഇല്ലാതിരുന്നാൽ, ഒരു നിസാര കാര്യങ്ങളിൽ പോലും ഈശോയോട് വിശ്വസ്തത ഇല്ലാതിരുന്നാൽ ആത്മാവ് തൽക്ഷണം കളങ്കിതമാകും. ചെറിയ തരത്തിൽ കളങ്കം അതിലേക്ക് വരും. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നന്നായിട്ട് പെട്ടെന്ന് വിശുദ്ധി വർദ്ധിക്കാൻ 4 കാര്യങ്ങൾ. എന്തൊക്കെയാണത്? 1, ശരീരത്തിന് അതിര് കടന്ന സുഖാനന്ദം നിങ്ങൾ നിഷേധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിന് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ശരീരത്തെ സേവിക്കുകയും ശരീരത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾ ആത്മാവിന് എതിരായ അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിന് അമിതമായ സുഖലോലുപത താലോലിക്കരുത്. ശരീരത്തിന് അതിര് കടന്ന എല്ലാ സുഖാനന്ദവും എന്ന് പറഞ്ഞാൽ അതിര് കടന്ന സുഖലോലുപതയിൽ നിന്ന് നാം ഓടി രക്ഷപ്പെടണം. അതിര് കടന്ന് എപ്പോഴും ഇഷ്ടമുള്ളത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇഷ്ടമുള്ള സുഖത്തിലുള്ള ജീവിതം മാത്രം. സുഖലോലുപതിയിൽ മുഴുകിയിരിക്കുന്ന ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച ആത്മാവാണ്. ഇനി 2-മത്തത്, പ്രകൃത്യാതീതവും ദിവ്യവുമായവയോടുള്ള താല്പര്യത്തിൽ നിന്ന് ഉടലെടുക്കാത്ത എല്ലാ കാര്യങ്ങളോടുമുള്ള സ്നേഹത്തിൽ നിന്ന് ഹൃദയത്തെ വെടിപ്പാക്കണം. പ്രകൃത്യാതീതം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അപ്പുറത്തുള്ളത് ആത്മാവിൻ്റെ പ്രവണതകളെയാണ് പ്രകൃത്യാദി എന്ന് പറഞ്ഞത്. മനുഷ്യപ്രകൃതി എന്താ? മനുഷ്യപ്രകൃതിയാണ് വാശി, ദേഷ്യം, കോപം, എടുത്തുചാട്ടം, പിടിവാശി, ദുർവാശി, ദുരഭിമാനം, വ്യർത്ഥാഭിമാനം. എന്നോട് അങ്ങനെ പറഞ്ഞു, എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ശരീരത്തിൻ്റെ പ്രകൃതിയാണ്. പ്രകൃത്യാതീതമായ കാര്യം എന്താണ്? പ്രകൃത്യാതീത കാര്യമാണ് ക്ഷമിക്കാം, സാരമില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ, ക്ഷമ, സ്നേഹം, കരുണ. നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ നിന്നല്ല, അത് ദൈവികമായ കാര്യം. വായിച്ചു നോക്കിയേ, പ്രകൃത്യാതീതവും ദിവ്യവുമായവയോടുള്ള താല്പര്യത്തിൽ നിന്ന് ഉടലെടുക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്ന്, എല്ലാത്തിനുള്ള സ്നേഹത്തിൽ നിന്ന് ഹൃദയത്തെ വെടിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഐക്യപ്പെടാൻ തടസ്സമുണ്ടാക്കുന്ന ലോക വസ്തുക്കളിൽ നിന്ന്, ലോക സ്വഭാവത്തിൽ നിന്ന് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചെടുക്കണം. ഇനി 3-മത്തത്, തെറ്റിലേക്ക് നയിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് സ്വയം അകന്നിരിക്കുക. ഉദാഹരണത്തിന്, ഇന്ന കാര്യം അവിടെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പാപത്തിൽ വീഴുമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ മാറ്റണം. തെറ്റായ കൂട്ടുകെട്ട്, തെറ്റായ മൊബൈൽ ഫോൺ ഉപയോഗം, തെറ്റായ വെബ്സൈറ്റുകളുടെ സന്ദർശനം, പോൺ സൈറ്റുകൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ തെറ്റായ ചില മീറ്റിങ്ങുകൾക്ക് പോകുക, ദൈവത്തിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നും അകറ്റുന്ന ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന കൂട്ടുകെട്ടുകൾ, മീറ്റിങ്ങുകൾ, പുസ്തകങ്ങൾ, സൈറ്റുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ ബോധപൂർവ്വം നമ്മുടെ ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം. 4-മത്തത്, ഭൗമികമായതെല്ലാം കഴിഞ്ഞു പോയതോ നടന്നുകൊണ്ടിരിക്കുന്നതോ വരാൻ പോകുന്നതോ ആയവയെക്കുറിച്ചുള്ള എല്ലാ ആകുലതയും ചിന്തകളിൽ നിന്ന് പുറന്തള്ളണം. ഇതെല്ലാം ആത്മാവിന് അഴുക്കുണ്ടാക്കുകയും ആത്മാവിനോട് ഒന്നു ചേരാൻ എനിക്കെന്ന് പറഞ്ഞ ഈശോയ്ക്ക് ആത്മാവിനോട് ഒന്നു ചേരാൻ എനിക്ക് പ്രതിബന്ധമായി തീരുകയും ചെയ്യും. ഭൗമികമായതുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നമുക്കൊരു വീഴ്ച വന്നു, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ അബദ്ധം ഉണ്ടായി, ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥ വന്നു, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണുപോയി. പിന്നെ അതിനെ എപ്പോഴും ഇങ്ങനെ ഓർത്തോർത്തിരിക്കരുത്. അത് ഈശോയ്ക്ക് സമർപ്പിക്കുക, എന്നേക്കുമായി ഈശോയ്ക്ക് സമർപ്പിക്കുക. അതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കരുത്. അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ, ലോകത്തിന് ചില എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും അനുഭവങ്ങൾ, അത് ഈശോയ്ക്ക് സമർപ്പിച്ച് അതിനെക്കുറിച്ച് ഓർക്കരുത്. അതങ്ങനെ കഴിഞ്ഞു. അതങ്ങനെ ഹെവിനെസ് ആയിട്ട്, അല്ലെങ്കിൽ അമിതമായ ദുഃഖവും, അല്ലെങ്കിൽ അമിതമായ ഓർമ്മയും, അമിതമായ ആസക്തിയായിട്ട് കടന്നാൽ അത് അഴുകും, അവിടെ കിടന്ന് അഴുകും. ഭൗമികമായതെല്ലാം അത് കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം, ഇനി വരാൻ പോണ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം വരുന്നു ഉടനെ ഇപ്പം തന്നെ ആകുലതയായി, ടെൻഷനായി, വരാനിരിക്കുന്ന കാര്യങ്ങളോ എന്ത് തന്നെ ആയിക്കോട്ടെ, ലോക വസ്തുക്കളെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം ചിന്തയിൽ നിന്ന് പുറന്തള്ളണം. ദൈവത്തിന് ഭരമേൽപ്പിക്കുക. ഇതെല്ലാം ആത്മാവിന് അഴുക്കുണ്ടാക്കുകയും നിൻ്റെ ആത്മാവുമായി
സദാ ഇടപെടാൻ ഈശോയ്ക്ക് പ്രതിബന്ധമായി തീരുകയും ചെയ്യുന്നു. ഇതാണ് വിശുദ്ധിയുടെ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു പ്രതിപാദ്യം. ഇനി അടുത്ത രണ്ടാമത്തത്, ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് സിംഹാസനം ഉണ്ടാക്കാൻ വേണ്ടി ലോകമോഹങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. ലോകമോഹങ്ങളിൽ സ്വാതന്ത്ര്യം എന്താ? അത് ഇങ്ങനെയാണ്, ഒരു ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണത്. ശരീരത്തിൽ നിന്നും സൃഷ്ടികളോടുള്ള താല്പര്യത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഒരാത്മാവ് സ്വതന്ത്രമായിരിക്കണം. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകൾ, ലോകമോഹങ്ങൾ, അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള അറ്റാച്ച്മെൻറ്റുകളിൽ നിന്ന് നാം സ്വതന്ത്രമായിരിക്കണം. പരിശുദ്ധമായവയ്ക്ക് വേണ്ടിയുള്ള തീവ്ര അഭിലാഷത്താൽ നിറയുകയും വേണം. ദൈവിക കാര്യങ്ങൾ, ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാകണം. തന്നിഷ്ടമനുസരിച്ച് സ്വയം നയിക്കപ്പെടാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ആത്മാവ് രക്ഷ പ്രാപിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹമാണ്, ആരും എന്നോട് പറയണ്ട, അനുസരിക്കുക ഇഷ്ടമല്ല, വിധേയപ്പെടാൻ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടത്തിനൊരു പോക്ക്. അങ്ങനത്തെ ആത്മാവ് എവിടെ എത്തിച്ചേരുകയില്ല, ദൈവത്തിൽ എത്തിച്ചേരുകയില്ല. തന്നെ വേറൊരാൾക്ക് കീഴ്പ്പെടുത്തണം. തന്നെ അനുസരണത്തിൻ്റെ മുദ്ര വേണം. അതാണ് 354 പാരഗ്രാഫിൽ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു കൊടുത്തത്. നീ എത്ര വലിയ നേട്ടം നേടിയാലും അനുസരണത്തിൻ്റെ മുദ്രയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് തുപ്പൽ പോലെ വിലകെട്ടതാണെന്ന് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മുടെ തന്നിഷ്ടം, സ്വന്തം ഇഷ്ടം, അതിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം. വൈജോഗിക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വയം നയിക്കപ്പെടാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഒരാത്മാവ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ശരിക്കും സ്വതന്ത്രമായ ഒരാത്മാവിനെ മാത്രമേ എനിക്ക് പെട്ടെന്ന് ഉന്നത നിലയിലേക്ക് ഉയർത്താൻ കഴിയുകയുള്ളൂ. ലോക വസ്തുക്കളിൽ മലിനമായി കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിലോ അതിനെ ഒരുപാട് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ആത്മാവ് എൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമായി തീരും. മൂന്നാമത്തെ മണ്ഡലം, ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന്, ഈശോയ്ക്ക് എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്താൻ സമ്പൂർണ്ണ സമർപ്പണത്തിന് പെട്ടെന്ന് നമുക്ക് എളുപ്പമാക്കുന്നത് എന്താ? ഈശോയ്ക്ക് ഏറ്റവും എളുപ്പമാകുന്ന മൂന്നാമത്തെ കാര്യം, എന്നെ കൂടാതെ ഒരാത്മാവ് ആരായിരിക്കുമെന്ന് സ്വയം മനസ്സിലാക്കുക. ഈശോ പറയുകയാണ്, ഈശോ വിശ്വസ്ത നദാലിയോട് പറയുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് സമ്പൂർണ്ണ സമർപ്പണം പെട്ടെന്ന് ചെയ്ത് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ ഇത് നന്നായി മനസ്സിലാക്കണം. ഒരാത്മാവ് നന്നായി മനസ്സിലാക്കണം. എന്നെ കൂടാതെ, ഈശോയെ കൂടാതെ ഒരാത്മാവിൻ്റെ അസ്തിത്വം എന്താണെന്ന് ആത്മാവ് മനസ്സിലാക്കണം. എൻ്റെ സന്നിധിയിലും മറ്റുള്ളവരുടെ മുമ്പിലും അത് സ്വയം ദോഷിക്കുക ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ തന്നെ പൊക്കി പിടിച്ച് ആത്മപ്രശംസയുടെ ആത്മാവാകരുത്, തന്നെ താഴ്ത്തുന്ന ആത്മാവായിരിക്കണം. പരിശുദ്ധ മാതാവ് പറഞ്ഞില്ലേ, ഈ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. അപ്പോൾ നമ്മളെ തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന, നമ്മളെ തന്നെ ഇങ്ങനെ ആ ഫരിസയൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന പോലെ വന്നാൽ കർത്താവിന് ഇടപെടാൻ പറ്റില്ല. ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കണ്ട, തന്നെ താഴ്ത്തിയത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന. കർത്താവ് അങ്ങനെ ഇഷ്ടമായിട്ട് താഴ്ന്നിറങ്ങി വരും. ആ ചെറുമയിലേക്ക്, ആ താഴ്മയിലേക്ക് സ്വർഗം മുഴുവൻ ഇറങ്ങി വരും. വൈജോഗിയെ അതാണ് പറയണത്, തന്നെ താഴ്ത്തുന്ന ആ ഒരു ആത്മാവ് പെട്ടെന്ന് ദൈവസ്നേഹം കൊണ്ട് നിറയും. നീ ആരോ ഒരാളായി എന്ന ചിന്ത നീ ഒരിക്കലും അനുവദിക്കരുത്. ഇനിയിപ്പോൾ എനിക്ക് പറ്റും, എല്ലാം എനിക്കായി, എനിക്കെല്ലാം പരിചയമുണ്ട്, ഞാൻ ഇത്രയും പ്രായമായി, ഇത്രയും കാലമുണ്ടല്ലോ, ഇത്ര സീനിയോറിറ്റി ഉണ്ട്. നീ ആരോ ആയി, നീ എന്തോ ആയി എന്ന ചിന്ത എന്ന് വരുന്നു അന്ന് നീ വീഴും. നീ ആരോ ആയി, നീ എന്തോ ആയി എന്ന് ചിന്തിക്കുക നീ അനുവദിക്കരുത്. ആ ചിന്ത നിൻ്റെ മനസ്സിൽ കടന്നു കൂടുന്ന ആ നിമിഷം തന്നെ നീ എന്നിൽ നിന്നും അകന്നു പോകും, വിച്ഛേദിക്കപ്പെടും. നീ എന്നിൽ നിന്നും അകലും, ബന്ധം ദുർബലമാകും. എൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകാതെയാകും, എൻ്റെ കൃപ നിന്നിലേക്ക് പ്രവഹിക്കാതെ വരും. ഒരാത്മാവ് അതിൻ്റെ ദയനീയ അവസ്ഥ ആത്മാർത്ഥമായി അംഗീകരിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് ക്ഷമാപണം ചെയ്യുകയാണെങ്കിൽ അതെ, ആ ആത്മാവ് വാസ്തവത്തിൽ ഒന്നുമല്ല, ഒന്നിന് യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആനന്ദിക്കുകയും ആ ചിന്ത എൻ്റെ ആത്മാവിന് ഒരു വേദനയും ഉളവാക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ആത്മാവ് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആത്മാവാണ്. ഏറ്റവും അടുത്തിരിക്കുന്ന ആത്മാവ്, വീഴ്ച പറ്റാത്ത ആത്മാവല്ല വിശുദ്ധിയുടെ നിറവുള്ള ആത്മാവ്. പുണ്യ പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ നിസ്സാരതയിൽ ദൈവത്തോട് ഇതാണ് ഞാൻ, ഇത്രയേ ഉള്ളൂ കർത്താവ്, ഇതാണ് ഞാനെന്ന് പറഞ്ഞ് ഈശോയിലേക്ക് എല്ലാം അർപ്പിക്കുക. ഈശോയെ മാത്രം ആശ്രയിക്കുക, ഈശോ എന്ന വ്യക്തിയുടെ അഡ്രസ്സിൽ മാത്രം ചെല്ലുക. ആ ആത്മാവ് പുണ്യ പരിപൂർണതയിലേക്ക് പെട്ടെന്ന് പറന്നുയരും. ഒരാത്മാവ് അതിൻ്റെ ദയനീയ അവസ്ഥ ആത്മാർത്ഥമായി അംഗീകരിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ക്ഷമാപണം ചെയ്ത്
തന്നെ എളിമപ്പെടുത്തിയാൽ, തന്നെ തന്നെ താഴ്ത്തിയാൽ, കർത്താവ് പറയുകയാണ്, ആ ആത്മാവ് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആത്മാവായി മാറും. ഏറ്റവും അടുത്തിരിക്കുന്ന ആത്മാവായി മാറും. അത്തരം ഒരാത്മാവിന് അതിൻ്റെ തെറ്റുകളിലേക്ക് അതിൻ്റെ ശ്രദ്ധ ഞാൻ തിരിക്കുമ്പോൾ അതിന് വേദനാജനകമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ മുഴുവൻ പാപാവസ്ഥയും നമുക്ക് കാണിച്ചു തരാൻ ഈശോയ്ക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പാപാവസ്ഥ കണ്ടാൽ നമ്മൾ വേദനിച്ച് കരഞ്ഞ് പെടഞ്ഞ് ഭയപ്പെട്ട് ഭയചകിതരാകും നമ്മൾ. അതായത് നമുക്ക് എന്തുണ്ടെങ്കിലും അതുമായിട്ട് ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോയെ ശരണപ്പെട്ട ഈശോ എന്നെ രക്ഷിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതെയും എന്നാൽ അത് അനുതാപപൂർവ്വം ഈശോയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവ് ഉയരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈശോ നമ്മുടെ എല്ലാ കുറവുകളും നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ആത്മാവ് വളരെ പെട്ടെന്ന് പെർഫെക്ഷനിലേക്ക് നീങ്ങാൻ തുടങ്ങും. അത്തരം ഒരു ആത്മാവിന് തൻ്റെ തെറ്റുകളിലേക്ക് അതിൻ്റെ ശ്രദ്ധ ഞാൻ തിരിക്കുമ്പോൾ അതിന് വേദനാജനകമായിരിക്കുകയില്ല. കാരണം വിശുദ്ധി എന്നത് വീഴ്ചയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നതല്ല എന്നും വീണ്ടും വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സുണ്ടാകണം എന്നതുമാണെന്ന് ആ ആത്മാവിനെ നന്നായിട്ട് അറിയാൻ പറ്റും. ദൈവത്തിൽ ശരണപ്പെടുക എന്നതാണ് വിശുദ്ധി. വിശുദ്ധി എന്നത് വീഴ്ച ഒരിക്കലും ഉണ്ടാകാത്ത അവസ്ഥയല്ലെന്നും മരിക്കുന്ന സെക്കൻഡ് വരെ ഏത് സമയവും നമ്മൾ വീണു പോകാൻ സാധ്യതയുള്ള നീച്ച അവസ്ഥയിലാണെന്നും, ഒരിക്കൽ വീണാൽ എൻ്റെ കർത്താവ് എനിക്കുണ്ടെന്ന് പറഞ്ഞ അനുതാപത്തോടെ അത് പരിപൂർണ്ണ മനസ്സോട് ഉപേക്ഷിച്ച് വേഗം അടുത്ത സെക്കൻഡ് തന്നെ ഓടി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആശ്രയിക്കുന്നതാണെന്നും ആത്മാവ് നന്നായിട്ട് ഗ്രഹിക്കും. അത്തരം ആത്മാവിൻ്റെ ഒന്നുമല്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവിൽ അത് സ്വയം എനിക്കായി പൂർണ്ണമായി ഭരമേൽപ്പിക്കും. ആ ആത്മാവ് എന്തു ചെയ്യും? തൻ്റെ തന്നെ ശോച്യ അവസ്ഥ, തൻ്റെ തന്നെ ദയനീയ അവസ്ഥ, ഞാൻ നിന്നിൽ തന്നെ ഒന്നുമല്ല എന്ന അവസ്ഥ പരിപൂർണമായി ഗ്രഹിച്ചു കഴിയുമ്പോൾ ആ ആത്മാവ് ദൈവകൃപയുടെ ആ ഒരു പ്രവർത്തനം കൂടെ ഉണ്ടെങ്കിൽ ആ ആത്മാവ് പരിപൂർണമായി ഈശോയെ അങ്ങ് ഏൽപ്പിക്കും. ഈശോയെ ഇത് നീ മാത്രം, നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഈശോയെ അങ്ങോട്ട് ഏൽപ്പിക്കുക. അതിൻ്റെ ശോച്യ അവസ്ഥകളോടുകൂടെ അതിൻ്റെ ദയനീയ അവസ്ഥയിൽ ശരണത്തോടും സ്നേഹത്തോടും അത് എന്നിലേക്ക് തിരിയും. അത് കൃപാദാനം സ്വീകരിക്കുന്നതിന് മാത്രമായിരിക്കുകയില്ല, അത് കൃപാദാനം സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കുകയില്ല, തെറ്റുകൾക്ക് പരിഹാരം അനുഷ്ഠിക്കാനും ആ തെറ്റുകളെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാനും വേണ്ടി കൂടിയാണ്. എന്നെ ആശ്വസിക്കുന്ന ഈശോയെ, അതായത് സ്വന്തം ജീവിത തെറ്റുകൾ വഴി ഈശോയ്ക്ക് വന്ന വേദനയെക്കുറിച്ച് ഈശോയോട് സംസാരിക്കാനും ഈശോയോട് കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ഈശോയെ ആശ്വസിപ്പിക്കാനും പരിഹാരം അനുഷ്ഠിക്കാനും വേണ്ടി കൂടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പരിഹാരം അനുഷ്ഠിക്കാനും ഒക്കെ വേണ്ടിയാണ് അത് ശരണത്തോടെ ഈശോയുടെ അടുത്തേക്ക് എപ്പോഴും വരണത്. അതിൻ്റെ വലിയ താഴ്ചയിൽ കൃപയേക്കാളും കൂടുതലായി നിത്യ ശിക്ഷയാണ് അത് അർഹിക്കുന്നത് എന്ന് ആത്മാവിന് തോന്നിപ്പോകും. ഇതിലൂടെ അത്തരം ഒരാത്മാവ് ബോധപൂർവം അല്ലാതെ തന്നെ അതിൻ്റെ ഹൃദയത്തിൽ എൻ്റെ സിംഹാസനം പണിതുയർത്തുന്നതിന് അതിൻ്റെ താഴ്ചയിലേക്ക് ഇറങ്ങി വരാൻ എന്നെ നിർബന്ധിക്കുകയാണ്. ഇത് ഈ ആത്മാവ് ഇങ്ങനെ ഈശോയെ, ഇതാണ് എനിക്ക് ശരിക്കും, ഞാൻ ഒരുപാട് അർഹിക്കുന്നവനാണ്, ഒരുപാട് പെനാൽറ്റി അർഹിക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്കൊന്നും ക്ലെയിം ചെയ്യാനില്ല, ഇതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നു, നിൻ്റെ കൃപ കൊണ്ടാണ് ഇനി മുമ്പോട്ട് അങ്ങനെ പൂർണ്ണമായി ശരണപ്പെട്ട് കർത്താവിനെ ആശ്രയിക്കുമ്പോൾ ആ ആത്മാവിന് തോന്നുകയാണ് എനിക്ക് കർത്താവിൽ നിന്ന് ഒരു കാര്യം ഇനി അർഹതപ്പെട്ടതല്ല. അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് ശരിക്കും നിത്യശിക്ഷയാണ് ശരിക്കും അർഹതപ്പെട്ടിരിക്കുന്നത്, കാരണം അത്രയും ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. പൗലോസപ്പോസ്തലൻ പറഞ്ഞില്ലേ, പാപികൾ ഒന്നാമനാണ് ഞാൻ എന്ന് പറഞ്ഞില്ല, അതേപോലെ അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ ആത്മാവ് ബോധപൂർവം അല്ലാതെ തന്നെ ഈശോ സ്വർഗം മുഴുവനും താഴ്ന്നിറങ്ങി വന്ന ആ ഹൃദയത്തിൽ വസിക്കാൻ വലിയൊരു പുൽക്കൂട് ഒരുക്കുകയാണ്. ഈശോയും സ്വർഗവും പിതാവും പരിശുദ്ധാത്മാവും ത്രിത്വം എല്ലാം കൂടെ താഴ്ന്ന് വന്ന് ആ ഹൃദയത്തിലേക്ക് വന്ന് വസിക്കുന്നത് പോലെ അതിന് തക്ക വിധം ആത്മാവ് പരുവപ്പെടുന്നു. ഈശോ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു. ഈശോയുടെ സിംഹാസനം പെട്ടെന്ന് ആ ഹൃദയത്തിൽ സ്ഥാപിതമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമുക്ക് ആരാധന ശുശ്രൂഷയിൽ ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ തുടക്കത്തിൽ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പേജ് 80 ഈശോ നഥാലിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നോട് സംയോജിക്കുന്നതിനുള്ള കാതൽ ഞാൻ ആത്മാവിനും ആത്മാവ് എനിക്കും വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ പരിപൂർണമായ ഗ്രാഹ്യമാണ്. ഞാൻ ഈശോയ്ക്കും ഈശോ എനിക്കും. നമുക്ക് ആരാധനയിൽ
പരിപൂർണമായും ട്രസ്റ്റ് ചെയ്ത് ശരണപ്പെട്ട് ഈശോയെ വിളിച്ചപേക്ഷിക്കുകയും നമ്മുടെ സമ്പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി ദിവസങ്ങൾ നന്നായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരും തുഞ്ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ, അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ, നീയല്ലോ ശരീരങ്ങൾ ഉയർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു, അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അങ്ങയുടെ കൃപ വർഷിക്കണമേ, ഈശോ അങ്ങയുടെ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. വിശ്വാസ പ്രമാണം വലിയ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉറക്ക ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്താം. നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താം. ദൈവമേ, അങ്ങയിലേക്ക് ലയിക്കാനുള്ളൊരു ദാഹം, ഒരു ആഗ്രഹം. ഇപ്പോൾ ലോകത്തിലെ കാര്യങ്ങളിൽ മുഴുകി ഒരു മിനിറ്റ് പോലും അങ്ങയെക്കുറിച്ച് ഓർക്കാൻ പറ്റാത്ത പോലെയാണ്. ഒരാത്മാവ് ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്നും ദൈവം എനിക്ക് വേണ്ടിയുള്ളതാണെന്നും പരിപൂർണമായ ഒരു അറിവിലേക്ക് വരാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാരം മാറട്ടെ. അഗസ്തീനോസ് പുണ്യവാളൻ പഠിച്ച് ഏറ്റവും അവസാനം പറഞ്ഞു, എൻ്റെ ആത്മാവ് അങ്ങയിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. വേറെ എന്ത് കിട്ടിയാലും ഈ ആത്മാവിന് സന്തോഷം ഉണ്ടായില്ല. ലോകം മുഴുവനും കൊണ്ട് കൊടുത്താലും, ഏറ്റവും വലിയ ജോലി കിട്ടിയാലും, ഏറ്റവും വലിയ വീട് പണിതാലും, ദൈവം നഷ്ടപ്പെട്ടാൽ ആത്മാവിന് തൃപ്തി, സന്തോഷമില്ല. എൻ്റെ ആത്മാവ് അങ്ങയിൽ വിലയം പ്രാപിക്കുവോളം അസ്വസ്ഥമായിരിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണത്തിനോട് ആഗ്രഹിച്ച് നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ
പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യത്തിനും നമ്മളെ പ്രാപ്തരാക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ജലത്തിനരുവിയൊഴുക്കും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. നിത്യസഹായം ദാസർക്കരുളും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. സ്ത്രീകന്മാരിൽ ധീരത നൽകിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. പാപബോധം ഞങ്ങൾക്കേകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. നീതിബോധം ഞങ്ങൾക്കേകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ജ്ഞാനത്തിൻ ഉറവിടമാകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. തുടർന്ന് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ലുത്തിനിയ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏക ദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ തിരുക്കുമാരനായ
ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കന്യാമറിയത്തിന്റെ തിരുദരത്തിൽ പരിശുദ്ധാരൂപിയിൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിന്റെ കാതലായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്വത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങളുടെയും ആഴമേറിയ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുകഴ്ചകൾക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യമഹത്വങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയും അധിക ദയയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ കൃപ യാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്ദകളാൽ പൂരിതമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആശ്വാസങ്ങളുടെ ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിന് അനുയോജ്യമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, അങ്ങേ ദിവ്യപുത്രന്റെ തിരുഹൃദയത്തെയും പാപികൾക്കായി അവിടുന്ന് ചിന്തിയ തിരുരക്തത്തെയും തൃക്കൺ പാർത്ത് അങ്ങയോട് കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. അങ്ങേക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ അപേക്ഷകൾ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. തുടർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മളെ പൂർണ്ണമായും ഈശോയുടെ തിരുവിലാവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ രക്തം കൊണ്ട് അവിടെ നമ്മളെ കഴുകട്ടെ. ഈശോയുടെ അനന്ത സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ ആത്മാവേ,
എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാക്കണമേ. യേശുവിൻ ഹൃദയജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മത നിറകുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാദാവിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. എന്നെ രക്ഷിച്ചരുളണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി എല്ലാ ദൈവമക്കളും മുട്ടമേൽ നിന്ന് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. എന്നെ രക്ഷിച്ചരുളണമേ. തുടർന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രത്യേക വിധം പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മേ, നിത്യവും പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മേ, നിത്യവും പ്രാർത്ഥിക്കണമേ.